വേൾഡ് കപ്പിന് ദിവസങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് നിലവിൽ ഫുട്ബോൾ ലോകം. നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന ഇതേവരെ തങ്ങളുടെ അന്തിമ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കാൻ സ്കലോണിക്ക് നിലവിൽ വലിയൊരു പ്രശ്നം തന്നെയാണുള്ളത്. കാരണം ഒരുപാട് താരങ്ങളാണ് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. സൂപ്പർ താരങ്ങൾക്കാർക്കും മേജർ ഇഞ്ചുറികളില്ലെങ്കിലും പല പ്രധാനപ്പെട്ട താരങ്ങളും ഫിസിക്കൽ പ്രശ്നങ്ങളോട് കൂടിയാണ് വരുന്നത്. ഇത് തന്നെയാണ് അർജന്റീന പരിശീലകനായ സ്കലോണിക്ക് ഒരൽപ്പം ആശങ്ക നൽകുന്ന കാര്യവും. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മെസ്സിയാണ്. മെസ്സിക്ക് ഫിസിക്കൽ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് വിശ്രമം ആവശ്യമായി വരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്, ഏകദേശം 2 ആഴ്ചയോളം. പിന്നെ അർജന്റീനയുടെ നമ്പർ 1 ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസിന്റെ കൈവിരലിനും പൊട്ടലേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിനും വിശ്രമം ആവശ്യമായി വരികയാണ്. പരിക്കിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ക്രിസ്റ്റ്യാനോ റൊമേറോയും ടോട്ടൻഹാമിന്റെ അവസാന മത്സരങ്ങളൊന്നും കളിച്ചിരുന്നില്ല. ഇതിനു പുറമെ മൊളീന, ഗോൺസലോ മോണ്ടിയേൽ, അക്കൂഞ്ഞ, തിയാഗോ അൽമേഡ, നിക്കോളാസ് ഗോൺസലസ്, ഹൂലിയൻ ആൽവരസ് എന്നിവരൊക്കെ ശാരീരികമായി പ്രശ്നങ്ങളുള്ളവരാണ്. ആരും പൂർണ്ണ ഫിറ്റ് അല്ല. വേൾഡ് കപ്പ് ആവുമ്പോഴേക്കും എല്ലാവരും തങ്ങളുടെ പൂർണ്ണ ഫിറ്റ്നസ് തിരിച്ചെടുക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നിലവിൽ സ്കലോണിയും അർജന്റീന ആരാധകരുമുള്ളത്. പൂർണ്ണ ഫിറ്റ്നസ്സിലേക്ക് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ സ്കലോണിയുടെ പല കണക്കുകൂട്ടലുകളും തെറ്റും. നിലവിൽ ലോകകപ്പ് ചാമ്പ്യന്മാരാകാൻ വലിയ സാധ്യത തന്നെ അർജന്റീനക്ക് പലരും കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇങ്ങനെയെങ്കിൽ സ്കലോണിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റുകയും അർജന്റീനയിലെ വേൾഡ് കപ്പിലെ പദ്ധതികൾ പണിപാളുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൃത്യമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ സ്കലോണി അന്തിമ തീരുമാനമെടുക്കൂ. 29-ാം തീയതിയോ 30-ാം തീയതിയോ ആയിരിക്കും അർജന്റീനയുടെ 26 അംഗ അന്തിമ സ്ക്വാഡിനെ സ്കലോണി പ്രഖ്യാപിക്കുക. ടീമിൽ ഉറപ്പുള്ള ചില താരങ്ങൾ ടീമിനൊപ്പം പരിശീലനം ആരംഭിക്കാൻ വേണ്ടി ടീമിനൊപ്പം ചേർന്നിട്ടുണ്ടെന്ന റിപ്പോർട്ടുകളും നിലവിൽ വരുന്നുണ്ട്. മേജർ പരിക്കുകളില്ലെങ്കിലും താരങ്ങളുടെ മൈനർ ഇഞ്ചുറികൾ പെട്ടെന്ന് തന്നെ മാറുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മെസ്സി ഉൾപ്പെടെ പല താരങ്ങൾക്കും വേൾഡ് കപ്പിന് മുന്നുള്ള ആദ്യ ഫ്രണ്ട്ലി മത്സരങ്ങൾ നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി ഇനിയും കാണാം.